ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി ടോക്സ്. നമ്മൾ നോക്കാൻ പോകുന്ന ബാറ്റിൽ ത്രോ എന്ന് പറയുന്ന സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പുള്ള എപ്പിസോഡൊന്നും കാണാത്തവരാണെങ്കിൽ ഇത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകും. ഗ്രാൻഡ് മാസ്റ്റർ ഈ ബോക്സ് സോളാറിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഈവിൾ പവറൊക്കെ നഷ്ടപ്പെട്ടു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പവർ ഉപയോഗിച്ച് ആ ബോക്സിലൊന്ന് തട്ടുകയാണ്. ആ ബോക്സ് ചിന്നിച്ചിതറി പല പാർട്സായി മാറി പെട്ടെന്നൊരു കത്തി പോലെ രൂപപ്പെടുകയാണ്. CUN, ഇതിന് മുൻപ് നീ വെപ്പൺ ട്രെയിൻ ചെയ്തിട്ടുണ്ടോ? സ്ക്വാഡ് മാത്രം ട്രെയിൻ ചെയ്തിട്ടുണ്ട്, എന്നാൽ അതും കുറച്ച് മാത്രമേ അറിയൂ. നിന്നെ വെപ്പൺ ഉപയോഗിക്കാൻ ഞാൻ പഠിപ്പിക്കാമെന്നും പറഞ്ഞ് ഹീറോയെ വിളിച്ചുകൊണ്ട് അവിടെ ഒന്ന് പോവുകയാണ്. ആ ഈവിൾ പവറുള്ള ബോക്സ് കൊണ്ട് രൂപപ്പെട്ട കത്തി ഹീറോയെ കൊണ്ടൊന്നും അനക്കാൻ പോലും സാധിക്കുന്നില്ല. ഹീറോ അത് അനക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഗ്രാൻഡ് മാസ്റ്റർ വന്ന് അത് ഒറ്റ കൈ കൊണ്ട് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ഉപയോഗിക്കണമെങ്കിൽ നിന്റെ ബോഡി സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്തേ പറ്റൂ. ബോഡി സ്ട്രെങ്ത് കൊണ്ട് മാത്രം ഇത് പൊക്കാൻ സാധിക്കില്ല. നീ നിന്റെ കുയി പവർ ഉപയോഗിക്കണമെന്ന് അവനോട് പറയുകയാണ്. നമ്മുടെ ഹീറോയെ കൊണ്ട് പൊക്കാൻ പോലും സാധിക്കാത്ത ആ സ്വാഡും എടുത്തുകൊണ്ട് ഗ്രാൻഡ് മാസ്റ്റർ പറന്നുപോയി അദ്ദേഹത്തിൻ്റെ സ്വാഡ് ഫോർമേഷൻ ഉപയോഗിക്കുകയാണ്. 3ആയിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് 1, ഇത് 2, ഇത് 3 എന്നും പറഞ്ഞ് ഹീറോയ്ക്ക് അത് കാണിച്ചു കൊടുക്കുകയാണ്. ഹീറോയും വിളിച്ച് ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹീറോ ആ ഫോർമേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി തയ്യാറാകുകയാണ്. എന്നാൽ ആ സ്വാഡ് അവനെ കൊണ്ട് പൊക്കാൻ പോലും സാധിക്കുന്നില്ല. ഇത് കണ്ട ഗ്രാൻഡ് മാസ്റ്റർ ഒരു കാര്യം ചെയ്യും, നീ ആ സ്വാഡ് എടുത്ത് തോളിൽ വെച്ച് നടക്കാൻ ആരംഭിക്കാൻ പറയുകയാണ്. ഹീറോയും അതുപോലെ തന്നെ ആ സ്വാഡ് എടുത്ത് തോളിൽ വെച്ച് അവനിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. 1 സ്റ്റെപ്പ് കഴിഞ്ഞ് 2 സ്റ്റെപ്പ് കഴിഞ്ഞ് 3 സ്റ്റെപ്പ് കഴിഞ്ഞ് അവനങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഹീറോ നല്ല രീതിയിൽ തന്നെ ആ സ്ക്വാഡ് എടുത്ത് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ കൊണ്ട് ഇപ്പോൾ അതിൻ്റെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഹീറോ ഇപ്പോൾ ഒരു മലമുകളിൽ ചെന്ന് ആ സ്വാഡ് ഉപയോഗിച്ച് ഫസ്റ്റ് ഫോർമേഷൻ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ സ്ക്വാഡ് അവനെ കൊണ്ട് നിസ്സാരമായിട്ട് പൊക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ്റെ ഒരു ശരീരത്തിൻ്റെ ഭാഗം തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. ഹീറോ ആ ഫോർമേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആക്കുകയാണ്. അതിനുശേഷം മോതിരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. ലിൻസിയെ കാണാത്തത് കൊണ്ട് തന്നെ ഹീറോയും ഇതൊക്കെ കണ്ടിട്ട് ഇതിനെല്ലാം കാരണം ഞാൻ അവനെ അത്രയും അപകടം പിടിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. ഒന്നാമത് അവൻ്റെ അച്ഛനും അമ്മയും സോളാറിൻ്റെ കൈകൊണ്ട് മരണപ്പെട്ടതാണ്. ഇനി അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ സാധിക്കില്ല. ഇത് കണ്ട ഹീറോയിൻ, നീ നിന്നോട് ക്ഷമിക്കുകയില്ലയോ? എന്നാൽ ഞങ്ങൾ നിന്നോട് ക്ഷമിക്കില്ല. നീ എന്നെ വിട്ടിട്ട് എന്തിനാണ് പോയത്? എന്നെ കൂടെ കൊണ്ടുപോകാൻ വയ്യായിരുന്നു എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അത് കേട്ട ഹീറോയുടെ ബാക്കി 2 ഫ്രണ്ട്സും, നീ എന്താ ഞങ്ങളെ കൊണ്ടുപോകാഞ്ഞത്? ഞങ്ങൾ വീക്ക് ആയതുകൊണ്ടാണോ കൊണ്ടുപോകാഞ്ഞതെന്ന് ചോദിച്ച് ഹീറോയെ ചീത്ത പറയുകയാണ്. നിങ്ങളെ കൂടി പ്രശ്നത്തിലേക്ക് വലിച്ചിടണമെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ വിളിക്കാതെ പോയത്. നിങ്ങൾ വിട്ടിരിക്കും, ഞാൻ ഒന്നുകൂടെ ലെൻസിയായി നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് ഹീറോ അവിടെ ഒന്ന് പോകാൻ തുടങ്ങുകയാണ്. കണ്ടില്ല, ഇപ്പോഴും നീ ഒറ്റയ്ക്കാണ് ലെൻസിയായി നോക്കാൻ പോകുന്നത്, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? നിങ്ങൾ നിൻ്റെ കൂടെ വരാമെന്നും പറഞ്ഞ് ഹീറോയുടെ കൂടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ വരണ്ട. എൽഡേഴ്സ് എല്ലാവരും ഈ അക്കാഡമി നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടെ പുറത്തു പോകുന്നത് കണ്ടാൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഹീറോ അവരെ കൺവിൻസ് ചെയ്ത് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോർ ഓപ്പൺ ആവുകയാണ്. അത് കണ്ട് അവരെല്ലാവരും ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. ഹീറോ തിരിഞ്ഞു പോകുമ്പോൾ അവിടെ ഒന്ന് ആരും ഓടിപ്പോകുന്നതായിട്ട് കാണുകയാണ്. ഹീറോ അവൻ്റെ ഫ്രണ്ട്സിനെ നോക്കുമ്പോൾ അവരെല്ലാവരും പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയാണ്. ആ സോളാറിൻ്റെ സർവൻറ്റ് വന്ന് ഹീറോയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയാണ്. മര്യാദയ്ക്ക് എൻ്റെ ഹെവി റോളർ തിരിച്ചാൽ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. എൻ്റെ കയ്യിലതില്ല, എൽഡേഴ്സിൻ്റെ കയ്യിൽ ഞാനത് കൊടുത്തു. നീ ആ ഫോറസ്റ്റിൽ വെയിറ്റ് ചെയ്യും, ഞാനത് എങ്ങനെയും എടുത്തോട്ട് വരാമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുകയാണ്. മര്യാദയ്ക്ക് നീ അത് കൊണ്ടുവന്നില്ലെങ്കിൽ നിന്റെ ഫ്രണ്ടിൻ്റെ ജീവൻ വലിയ ആപത്തായിരിക്കുമെന്നും പറഞ്ഞ് അവൻ അവിടെ ഒന്ന് പോവുകയാണ്. ഹീറോ പറഞ്ഞ പോലെ തന്നെ ആ ഈവിൾ ബോക്സും എടുത്തുകൊണ്ട് ആ ഫോറസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ആ ബോക്സിന് നല്ല വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഹീറോ അത് വലിച്ചുകൊണ്ടാണ് അവിടേക്ക് വരുന്നത്. ആ ഗേറ്റ് വേയുടെ മുകളിൽ തന്നെ ആ സോളാറിൻ്റെ ആളും നിൽപ്പുണ്ട്. നീ പറഞ്ഞ പോലെ നിന്റെ ബോക്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എന്നാൽ ഇതിന് നല്ല ഭാരമാണല്ലോ, ഇതെങ്ങനെ നീ ഉപയോഗിക്കുന്നത്? അതറിയണമെങ്കിൽ നീ ആദ്യം എൻ്റെ ലീഡറിനെ കാണണം. സത്യമാണോ നീ പറയുന്നത്? നിൻ്റെ ലീഡറിനെ എനിക്ക് കാണാൻ സാധിക്കുമോ? എന്നാൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്നവർക്കൊന്നും നിൻ്റെ ലീഡറിനെ കാണാൻ സാധിക്കാൻ എന്താണ്? അവന്മാരെല്ലാം മണ്ടന്മാരാണ്, അവന്മാർക്ക് രഹസ്യം സൂക്ഷിക്കാൻ അറിയില്ല. അതുപോലെയല്ല നീ. CU ക്ലാനിൽ നിന്ന് ഞാൻ ഒരാളെ കൊണ്ടുപോയാൽ എൻ്റെ ലീഡർ വളരെയധികം സന്തോഷിക്കും. ഇല്ല, നിൻ്റെ ഓഫർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ എൻ്റെ ഫ്രണ്ടിനെ തന്നിട്ട് നിൻ്റെ ബോക്സ് എടുത്തുകൊണ്ട് പോകാൻ പറയുകയാണ്. നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ നിൻ്റെ ഫ്രണ്ടിനെ ഞാൻ ഉറപ്പായും കൊല്ലുമെന്നും പറഞ്ഞിട്ട് ഹീറോയെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. അകത്തിരുന്ന ഗ്രാൻഡ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പവർ ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. ഹീറോയും അത് അബ്സോർബ് ചെയ്തിട്ട് അയാളെ തിരിച്ചാക്രമിക്കുകയാണ്. അയാളുടെ ആ ബോക്സ് വെച്ച് തന്നെ അയാളെ തിരിച്ചാക്രമിക്കുകയാണ്. പെട്ടെന്ന് ആ ബോക്സ് സോഡായിട്ട് മാറുകയാണ്. ഹീറോ ഫസ്റ്റ് ഫോർമേഷൻ സെക്കൻഡ് ഫോർമേഷൻ ഉപയോഗിച്ച് അയാളെ ആക്രമിക്കുകയാണ്. എന്നാൽ അയാൾ അതിൽ നിന്നെല്ലാം നിസ്സാരമായിട്ട് രക്ഷപ്പെടുകയാണ്. ഹീറോ 3ാമത്തെ ഫോർമേഷൻ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഗ്രാൻഡ് മാസ്റ്റർ ഞാൻ ഇപ്പോഴും റെഡി ആയിട്ടില്ലെന്ന് പറയുന്നുള്ളിൽ തന്നെ ഹീറോ ആ സോഡ് എടുത്ത് മുകളിലേക്ക് എറിയുകയാണ്. അത് താഴേക്ക് വന്ന് വീഴുകയാണ്. ഇത് കണ്ട് ആ സോളാറിൻ്റെ ആൾ ഹീറോയെ കളിയാക്കുകയാണ്. എന്നാൽ ഉള്ളിലുണ്ടായിരുന്ന ഗ്രാൻഡ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പവർ ഉപയോഗിച്ച് ആ സോഡ് വെച്ച് അവനെ പിന്നെയും ആക്രമിക്കുകയാണ്. അവന് ഡിഫെൻഡ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. ആ ഫൈറ്റിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഗേറ്റ് തകർന്ന് താഴേക്ക് വീഴുകയാണ്. അതിനുള്ളിൽ തന്നെ ആ സോളാറിൻ്റെ ആളും പോവുകയാണ്. ആ ഫൈറ്റൊക്കെ തീർന്നതിന് ശേഷം ഹീറോയുടെ വായിൽ നിന്നും മുകളിൽ നിന്നുമൊക്കെ രക്തം വരാൻ തുടങ്ങുകയാണ്. ഗ്രാൻഡ് മാസ്റ്റർ, നിങ്ങളുടെ പവർ വളരെയധികം കൂടുതലാണ്, എന്നെ കൊണ്ട് അത് താങ്ങാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഹീറോ അവിടെ വീണ് പോവുകയാണ്. ഹീറോ പെട്ടെന്ന് തന്നെ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ പൊക്കിയെടുക്കുകയാണ്. ഒരു ദിവസം മുഴുവൻ തല കീഴായി തൂക്കിയിട്ടത് കൊണ്ട് തന്നെ അവന് നിൽക്കാനൊന്നും സാധിക്കുന്നില്ല. ഇത് എന്ത് ടൈപ്പ് പവറാണ്? നീ എങ്ങനെയാണ് അവനെ നേരിട്ടത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, അത് ചില നേരം വർക്കാവും, ചില നേരം വർക്കാവില്ല. നീ ഇതിനെക്കുറിച്ച് ചോദിക്കരുതെന്ന് പറഞ്ഞ് ഹീറോ അവനെ താങ്ങിയെടുത്ത് അക്കാഡമിയിലേക്ക് പോവുകയാണ്. ഇവിടെ എൽഡേഴ്സ് എല്ലാവരും വളരെയധികം ആശ്ചര്യത്തിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് ഹീറോ ആ സോളാറിൻ്റെ ആളുമായി യുദ്ധം ചെയ്തത്?
ഒന്ന് രണ്ട് സ്റ്റുഡൻസ് അവൻ യുദ്ധം ചെയ്തത് കണ്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാം. എന്നാൽ ഇത് മുഴുവൻ സ്റ്റുഡൻസും അവൻ സോളാറിൻ്റെ ആളുമേ യുദ്ധം ചെയ്തത് കണ്ടു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുന്നത്? 20 സീനിയർ സ്റ്റുഡൻസിനെ ലിൻസിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ അയച്ചതാണ്. എന്നാൽ അവർക്ക് അതിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഹീറോ പോയി ആ ലിൻസിയെ കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ എന്താണ് ഈ നടക്കുന്നത്? മീ ടെൻഷൻ കുറച്ച് പ്രായമായ ആളോട് നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയുടെ ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവനിപ്പോൾ ലെവൽ 9-ലാണുള്ളത്. ആ ഫൈറ്റ് നടന്ന സ്ഥലത്ത് ഞാൻ പോയി നോക്കി. അവിടെ ഉണ്ടായിരുന്ന ക്വീ എനർജി വളരെയധികം കൂടുതലാണ്. ഫൈറ്റ് മാസ്റ്ററിൻ്റെ ക്വീ എനർജിയുടെ അത്രയുമുണ്ട്. ഇത് കേട്ട യങ്ഫിങ് എങ്ങനെയാണ് ഹീറോ അത്രയും പവർഫുള്ളായ ഒരാളുമായി യുദ്ധം ചെയ്തിട്ട് അവൻ ജീവനോടെ തിരിച്ചു വന്നത്? ഉറപ്പായിട്ടും ഹീറോയുടെ പുറകിൽ ഏതോ ഒരു സീക്രട്ട് സൊസൈറ്റി ഉണ്ടാവുമെന്ന് പറയുകയാണ്. റോളിംഗ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? രാത്രി ആരോ ചിരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അത് മാത്രമല്ല ചുമന്ന എന്തോ ഒരു വെളിച്ചവും കണ്ടു. രാവിലെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരുടെ ഒരു കൈപ്പാട് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ എന്നും പറഞ്ഞ് അവൾ അതെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട ഗോ ഇതിൻ്റെ ലെവൽ എന്നെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മീ ടെൻഷൻ നമ്മൾ ഇനിയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഹീറോ പറഞ്ഞ ബ്ലാക്ക് ഡബിളും വൈറ്റ് ഡബിളും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം നമ്മൾ ഇവിടെ നിന്ന് പുറത്താക്കി. എന്നാൽ നമുക്കറിയാത്ത അവൻ്റെ ആളുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ അപകടമാണ്. ഡാർക്ക് നൈറ്റ്സും വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ യങ്ഫിങ്ങും ഗുവും കൂടെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയും ആ മൈ ടെൻഷനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഹീറോയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവൻ ഇടയ്ക്ക് കയറി അവനെ സംരക്ഷിക്കുകയാണ്. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ ഹീറോ അവൻ്റെ ഡ്രസ്സൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ബായിജാനും അവൻ്റെ ആളുകളും അവിടേക്ക് വരികയാണ്. നിനക്ക് സീനിയേഴ്സിനോട് ഒട്ടും ബഹുമാനമില്ലല്ലേ? സീനിയേഴ്സിനെ ബഹുമാനിക്കുന്നത് എത്ര വലിയ കാര്യമാണെന്ന് എനിക്കറിയാമോ? നിന്റെ ഫ്രണ്ട്സിനെ ഞാനത് മനസ്സിലാക്കി കൊടുത്തു. ഇന്നലെ അവരെ ഞാൻ ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടിക്കളിക്കുകയായിരുന്നു. അവർ നിന്നോടത് പറഞ്ഞു കാണില്ല അല്ലേ? പുറത്ത് പറയാൻ നാണക്കേടായിരിക്കും. ഇതൊക്കെ കേട്ടിട്ട് ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ ഹീറോ അവനോട് തിരിച്ചൊന്നും പറയാതെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. നീ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിന്റെ കയ്യിലുള്ള കോയിൻ എല്ലാം ഞങ്ങൾക്ക് തരണം. അത് മാത്രമല്ല മാസം 10,000 കോയിൻ വെച്ച് ഞങ്ങൾക്ക് തരണം. അത് നീ മോഷ്ടിച്ച് തരുന്നു, അത് നിന്റെ ക്ലാനിൽ ചോദിച്ച് മേടിച്ച് തരുന്നു, അതൊന്നും എനിക്കറിയണ്ട. എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. ഇതൊക്കെ കേട്ട ഹീറോ കോയിൻ എടുക്കുന്ന പോലെ അവൻ്റെ ഷർട്ടിനുള്ളിലേക്ക് കൈയിട്ട് എന്നാൽ ഇപ്പോൾ എൻ്റെ ഈ കോയിനില്ലെന്നും പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? ഇവൻ നമുക്ക് കോയിൻ തരുന്ന പോലെയില്ല. ഇവനെ ആക്രമിക്കാൻ അവൻ്റെ ആളുകളോട് പറയുകയാണ്. നിങ്ങൾ എന്നോട് ഫൈറ്റ് ചെയ്യാൻ പോകണോ? അതിന് ഈ അക്കാഡമിയിൽ പ്രൈവറ്റ് ഫൈറ്റ് ഒന്നുമില്ലല്ലോ. ലീഗലും ഇല്ലീഗലും ഒക്കെ ഞാൻ തീരുമാനിക്കുന്നതാണ്. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് അവനെ ആക്രമിക്കാൻ പറയുകയാണ്. ശരി എങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഹീറോ എങ്കിൽ വാ നമുക്ക് തുടങ്ങാമെന്നും പറഞ്ഞ് എല്ലാവരും അകത്തേക്ക് വിളിക്കുകയാണ്. പെട്ടെന്ന് എല്ലാ ഡോറും തുറന്ന് ജൂനിയേഴ്സ് എല്ലാവരും അകത്തേക്ക് വരികയാണ്. ഇത് കണ്ട ബായിജാൻ്റെ ആളുകളും ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം അവർ കുറേ പേരുണ്ട്. ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിൽ അവിടെ ഉയർക്ക് നേർ വന്ന് നിൽക്കുകയാണ്. എങ്കിൽ വാ നമുക്ക് തുടങ്ങാമെന്നും പറഞ്ഞ് അവർ ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു സീനിയറിന് 2 ജൂനിയർ വെച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്തായാലും ബായിജാനെ ഹീറോ തന്നെയാണ് നേരിടുന്നത്. ഹീറോയ്ക്ക് എന്തോ ബായിജാനെ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അവനെ മാത്രം ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. ആ ഫൈറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും നല്ല രീതിയിൽ അടിവാങ്ങുന്നുണ്ട്. സീനിയേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ അടിവാങ്ങി അവർ ജൂനിയേഴ്സിന് മുന്നിൽ സറണ്ടർ ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഞങ്ങളെ ബുള്ളി ചെയ്യാൻ പാടില്ല. അഥവാ ബുള്ളി ചെയ്താൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിങ്ങളെ നേരിടും. നിങ്ങൾക്ക് അതിന് ഞങ്ങളോട് റിവെഞ്ച് ചെയ്യാം, ഒറ്റയ്ക്കൊറ്റയ്ക്ക് റിവെഞ്ച് ചെയ്യാം. എന്നാൽ പിന്നെ ഞങ്ങൾ നിങ്ങളെ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കും. അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്താമെന്നും പറഞ്ഞ് ഹീറോ അവരെ എല്ലാവരും പേടിപ്പിച്ച് പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അവരെല്ലാവരും പോയതിനു ശേഷം അവരുടെ വിജയം അവർ ആഘോഷിക്കുകയാണ്. എന്നാൽ ഹോട്ടിങ് ഇന്ന് നമ്മൾ വിജയിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ വിജയിക്കണമെന്നില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ അവർ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരും. അതിനെന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ എങ്കിൽ നമുക്കൊരു സെറ്റർ ഉണ്ടാക്കാം, യാൻ സെറ്റർ. അപ്പോൾ അവർക്ക് നമ്മളെ ബുള്ളി ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഹീറോ ആണല്ലേ നമ്മളെ സീനിയേഴ്സിൽ നിന്ന് രക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ ഹീറോ ആവട്ടെ അതിൻ്റെ ലീഡർ. എന്നാൽ ഹീറോ എനിക്ക് ലീഡറൊന്നും ആകണ്ട, പേരും മറ്റെന്തെങ്കിലും ചിന്തിക്കാൻ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകുകയാണ്. നീ അല്ലാതെ മറ്റാരാ ഞങ്ങൾക്ക് ലീഡറായിട്ടുള്ളത്? നീ തന്നെ മതിയെന്നും പറഞ്ഞ് ഹീറോയുടെ പേരും വിളിച്ച് അവരെല്ലാവരും മാർപ്പ് വിളിക്കുകയാണ്. ഇത് കേട്ട ഹീറോ യാങ് സെറ്റർ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ ചേർന്ന് അതിന് സമ്മതം മൂളുകയാണ്. അടുത്ത ദിവസം ഹീറോയും അവൻ്റെ ഫ്രണ്ട്സും കൂടെ റൂളിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ ജൂനിയേഴ്സിന് വേണ്ടി യാൻ സെറ്റർ എന്ന് പറഞ്ഞൊരു സെറ്റർ ആരംഭിക്കാൻ പോവുകയാണ്. ഹീറോ ആണ് അതിൻ്റെ ലീഡർ. നിങ്ങൾ വേണം അതിന് പെർമിഷൻ തരാൻ. ഇതിലൊരു സൈൻ ഇട്ടാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ റൂളിന് ഹീറോ എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. ഹീറോയും പെട്ടെന്ന് അവിടേക്ക് വരികയാണ്. ഇന്നലെ ബായിജാനുമായിട്ട് എന്താ ഉണ്ടായെന്ന് ചോദിക്കുകയാണ്. ഇന്നലെ അവൻ എൻ്റെ റൂമിൻ്റെ പുറത്ത് നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്കിന്നലെ ഉറങ്ങാൻ പോലും സാധിച്ചില്ല. നിങ്ങൾ എന്തിനാണ് പ്രൈവറ്റായിട്ട് ഫൈറ്റ് ചെയ്തത്? എന്തായാലും അവർ നിങ്ങളെ സീനിയേഴ്സ് അല്ലേ, വെറുതെ എന്തിനാണ് അവരുമായിട്ടൊരു ഫൈറ്റ് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ ഞങ്ങളെയാണ് ബുള്ളി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ സെറ്റർ തന്നെ ഉണ്ടാക്കുന്നത്. ഇനി അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാവില്ല. അതിന് നിങ്ങൾ ഈ സെറ്ററിന് പെർമിഷൻ തരണമെന്ന് പറയുമ്പോൾ അവരും ഒന്ന് ആലോചിക്കുകയാണ്. ശരി ഞാൻ ഈ സെറ്ററിന് പെർമിഷൻ തരാം. എന്നാൽ ബായിജാനും വേണ്ടി ഇനി ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. എന്തൊക്കെയാണെങ്കിലും അവർ നിങ്ങളെ സീനിയേഴ്സ് അല്ലേ. ശരി നിങ്ങളുടെ സെറ്ററിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്? അത് ഞാൻ പറയാൻ ടീച്ചറെന്ന് പറഞ്ഞ് ഹോട്ടോക്ക് മുന്നിലേക്ക് വരികയാണ്. ഞങ്ങളുടെ സെറ്ററിലുള്ള ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അതിനെല്ലാം ഉത്തരവാദി ഹീറോ ആയിരിക്കും. അതുമാത്രമല്ല ഈ അക്കാഡമിയിലുള്ള എന്തെങ്കിലും സാധനം നശിപ്പിച്ചാൽ അതിനെല്ലാം ഉത്തരവാദി ഹീറോ ആയിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ അതിനും ഉത്തരവാദി ഹീറോ ആയിരിക്കും. അപ്പോൾ ഇതിനായിരുന്നില്ലേ ചതിയന്മാരെ നിങ്ങൾ എന്നെ എഗ്രിമെൻറ്റ് കാണിക്കാഞ്ഞു എന്നുള്ള രീതിയിൽ ഹീറോ അവന്മാരെ ഒന്ന് നോക്കുകയാണ്. ഇതിനെല്ലാം കാരണം ഹീറോയിനാണ്. അവൾ എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഹീറോയെ ഒരു പാവത്തെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. റൂൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെ ആർക്കാണെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പെർമിഷൻ
തരാമെന്നും പറഞ്ഞ് ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് അവർക്ക് കൊടുക്കുകയാണ്. അടുത്ത സീനിൽ ബായ്ജൻ കിട്ടിയൊന്നും പോരാതെ അവൻ്റെ സഹോദരൻ ബൈസനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിനക്ക് വാട്ടർ റൂമിൽ വെച്ച് ആ ജൂനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ തല്ല് കിട്ടിയെന്ന് കേട്ടല്ലോ, നിനക്ക് നാണമില്ലേ? നീയും എന്നെ കളിയാക്കുകയാണോ? എന്നെക്കാളും പവർഫുൾ നീയല്ലേ? നീ എനിക്ക് വേണ്ടി അവരോട് പ്രതികാരം വീട്ടണമെന്ന് പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിനക്ക് വേണ്ടി നീ പോയി പ്രതികാരം വീട്ടിയാൽ മതിയെന്നും പറഞ്ഞ് അവനോട് ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിൻ്റെ സഹോദരനല്ലേ ഞാൻ, എനിക്ക് വേണ്ടി നീ ഇതെങ്കിലും ചെയ്യില്ലേ? നീ അവർക്ക് നല്ലൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. ഞാനും വരെ നല്ലൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. എന്നാൽ അതിനുള്ളൊരു അവസരം എനിക്ക് കിട്ടുന്നില്ല. അവസരം കിട്ടുന്നില്ലെങ്കിൽ നീ അത് ഉണ്ടാക്കണം. എന്നാൽ എനിക്ക് പ്രൈവറ്റ് ഫൈറ്റിനോട് താല്പര്യമില്ല, അത് റൂൾസിന് എതിരാണെന്ന് പറയുമ്പോൾ എങ്കിൽ നീ ചെന്നവരെ വെല്ലുവിളിക്കേ. ഞാനൊരു സീനിയർ, അവനെ ചെന്ന് വെല്ലുവിളിക്കാനോ? ഞാൻ ചെന്ന് വെല്ലുവിളിച്ചാലും അവൻ വരുമെന്നെന്താണ് ഉറപ്പ്? ഒരവസരം കിട്ടട്ടെ, ഞാൻ തന്നെ നോക്കിക്കോളാമെന്നും പറഞ്ഞ് അവനെ അവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതേസമയം ഹീറോയുടെ ഗ്രൂപ്പ് അവരുടെ സെക്ടറിന് വേണ്ടി അലോ ചെയ്തിട്ടുള്ള ആ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ആ സ്ഥലം വളരെയധികം വലുതാണ്, എന്നാൽ അതിൻ്റെ അവസ്ഥ വളരെയധികം മോശമാണ്. ഹീറോയ്ക്കും അവൻ്റെ ഫ്രണ്ട്സിനും ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഹീറോയിനെ അവിടെ വെച്ച് നമുക്ക് ചായ കുടിക്കാം, അവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്നൊക്കെ ഓരോ സ്ഥലത്തും എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടേക്ക് കുറേ സാധനങ്ങൾ മേടിക്കണം, അതിന് അവരുടെ കയ്യിൽ കാശില്ല. നമുക്ക് മെഡിസിൻസ് ഉണ്ടാക്കി അടുത്ത ഗ്രാമത്തിൽ കൊണ്ടുപോയി വിൽക്കാം, അതിൽ നിന്ന് കുറേ പണം കിട്ടിയല്ലോ, അത് വെച്ച് നമുക്കിതെല്ലാം ശരിയാക്കാം. അവരുടെ സെക്ടറിലുള്ള സ്റ്റുഡൻസ് എല്ലാവരും അവിടേക്ക് വന്നിട്ട് അവിടെ എല്ലാം തുടച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയും അവർക്ക് വേണ്ടി വെൽക്കം സ്പീച്ച് ഒക്കെ കൊടുക്കുകയാണ്. നമ്മുടെ സെക്ടറിൽ ആൽക്കഹോൾ നിരോധിച്ചതോടെ തന്നെ നമുക്ക് വെള്ളം കുടിച്ച് ആരംഭിക്കാമെന്നും പറഞ്ഞ് അവരെല്ലാവരും ആ വെള്ളം കുടിച്ച് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അടുത്ത സീനിൽ ഹീറോയിനും അവരുടെ ഫ്രണ്ട്സും കൂടെ ഈ മെഡിസിനൊക്കെ വിൽക്കാൻ വേണ്ടി ഏതെങ്കിലും കട വാടകയ്ക്ക് കിട്ടുമെന്ന് അന്വേഷിച്ച് പോവുകയാണ്. അവസാനം അവർ മാജിക്കൽ തിങ്സ് ഒക്കെ വിൽക്കുന്ന ഒരു കടയിലേക്ക് ചെല്ലുകയാണ്. ഈ കട വളരെയധികം വലുതാണല്ലോ, ഇതിൻ്റെ പകുതി യാൻ സെക്ടറിന് വാടകയ്ക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. യാൻ സെക്ടറോ? അങ്ങനെയാണെങ്കിൽ സീനിയേഴ്സിൻ്റെ വാട്ടർ റൂമിൽ വെച്ചടിച്ച ആ ഗ്രൂപ്പാണോ? അപ്പോൾ നിങ്ങൾ ആരാണ്? സിയുൻ മെഡിസിനെ കുറിച്ച് റിസർച്ച് ചെയ്യുകയാണ്, അതുകൊണ്ട് അവൻ വന്നിട്ടില്ല. ഈ കട ഞങ്ങൾക്ക് വാടകയ്ക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാടകയ്ക്ക് തരാം, എന്നാൽ എനിക്ക് ദിവസം 60,000 കോയിൻസ് കിട്ടണമെന്ന് പറയുമ്പോൾ 60,000 കോയിൻസോ? അതൊന്നും നടക്കില്ല, നമുക്ക് വേറെ ഏതെങ്കിലും കട നോക്കാമെന്ന് പറയുമ്പോൾ ഹീറോ ഞാനൊന്ന് ശ്രമിച്ചു നോക്കണമെന്നും പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അയാളുടെ അടുത്ത് കുറച്ച് കൊഞ്ചിയൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കതൊന്ന് കുറച്ച് തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. ശരി, ഞാൻ നിങ്ങൾക്ക് 20,000 കോയിൻസിന് ഉറപ്പായിട്ടും തരാം. 20,000 കോയിൻസോ? എന്നാൽ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ചോദിക്കും 10,000 കോയിൻസ് ചോദിക്കാൻ പറയുകയാണ്. ഹീറോയിനും കുറച്ചുകൂടെ ഒന്ന് കൊഞ്ചിട്ട് 10,000 കോയിൻസിന് തരാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. അയാളും ഒരു പുച്ഛത്തോടെ ഉറപ്പായിട്ടും തരാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പോകാമെന്നും പറഞ്ഞ് അവരവിടെ ഒന്ന് പറഞ്ഞയക്കുകയാണ്. ഇതല്ലാതെ വേറെ കടകളോ നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. ഹീറോയിൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അക്കാഡമിയിൽ അവരിനി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടണമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടു തന്നെ അറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.